ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കുമരനെല്ലൂർ എന്ന സ്ഥലത്താണ്. കോട്ടയം ജില്ലയിൽ തന്നെ മാത്രമല്ല കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ദേവീക്ഷേത്രം ഇവിടെയുണ്ട്, കുമരനെല്ലൂർ ദേവീക്ഷേത്രം. ഈ കുമരനെല്ലൂർ ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണാം, ഇപ്പോൾ വീഡിയോയിൽ കാണാം, കുമരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത്. ഞാൻ സത്യത്തിൽ ഇവിടത്തേക്ക് വന്നത് ഈ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ടല്ല, പകരം ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരുപക്ഷെ വളരെ അത്ഭുതകരമായ ഒരു മ്യൂസിയവും ഒരു റിസർച്ച് ഗവേഷണ കേന്ദ്രമുണ്ട്. ഈ ശേവതി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് കുമാരനെല്ലൂർ ഊരാൺമ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ മ്യൂസിയം യഥാർത്ഥത്തിൽ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ നമ്മുടെ സംസ്കാരത്തിനെയും ചരിത്രത്തിനെയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിക്കേണ്ടുന്ന ഒരു അത്ഭുതകരമായ ഒരു സ്ഥലമാണ് ഇത്. ഈ മ്യൂസിയം അപൂർവമായ നിരവധി താളിയോല ഗ്രന്ഥങ്ങളുടെ വലിയ ഒരു സംരക്ഷണ കേന്ദ്രവും ഒരു വലിയ ലൈബ്രറിയുമാണ്. ഇപ്പോൾ ഈ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് കുമാരനെല്ലൂർ ദേവസ്വത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ അതിപുരാതനമായ 500 വർഷം പഴക്കമുള്ള കെട്ടിട സമുച്ചയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 500 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിട സമുച്ചയത്തിനകത്താണ് ഈ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. അപൂർവമായ താളിയോല ഗ്രന്ഥങ്ങളാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. 100 കണക്കിന് ഏകദേശം 32,700 ഓലകൾ തന്നെ ഇതിനകം തന്നെ അവർ വായിച്ചു കഴിഞ്ഞിട്ടെന്നാണ് പറയുന്നത്, സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സംരക്ഷിക്കാൻ ഇരിക്കുന്ന ഒരുപാട് താളിയോലകളുണ്ട്. അതിൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ തന്നെ കുമാരനെല്ലൂർ ദേവസ്വത്തിന്റെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ലോഗ് ബുക്കായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള താളിയോലകളുടെ വലിയ സമുച്ചയമുണ്ട്. ഇങ്ങനെ അതിമനോഹരവും എന്ന് മാത്രമല്ല നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഈടുവെപ്പാണെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാവുന്നതുമായിട്ടുള്ള അപൂർവമായ താളിയോലകളുടെ വലിയൊരു സമഗ്രമായ ശേഖരം ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് 2 വർഷമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഈ മ്യൂസിയത്തിലേക്കുള്ള താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം ഈ ദേവസ്വത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി. അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് ഉള്ള താളിയോല ഗ്രന്ഥങ്ങളാണ് അതായത് മുന്നിൽ കാണുന്ന ഈ അലമാരിയിലുള്ള താളിയോല ഗ്രന്ഥങ്ങളെല്ലാം കുമാരനെല്ലൂർ ദേവസ്വത്തിന്റെ ദൈനംദിന നടപടിക്രമങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ള താളിയോല എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം വട്ടെഴുത്തിലുള്ള ലിപിയുണ്ട്, വട്ടെഴുത്ത് ലിപിയുണ്ട്, അതുപോലെ തന്നെ തമിഴ് ലിപിയുണ്ട്, സംസ്കൃതമുണ്ട്. ഇതെല്ലാം ഈ ഇടകലർന്നാണ് ഈ താളിയോലയിൽ എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയിലുള്ളത് എന്നാണ് ഇവിടെയുള്ള ഇതിനെക്കുറിച്ചുള്ള വിദഗ്ധർ പറയുന്നത്. ഇതിന് പുറമെ തന്നെ ഈ ദേവസ്വത്തിന്റെ താളിയോലകൾ കൂടാതെ തന്നെ വിവിധ നമ്മുടെ സംസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ കോട്ടയത്തിന്റെയും ഒക്കെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള അപൂർവമായ താളിയോലകളുടെ സമുച്ചയം, താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഇവിടത്തേക്ക് സംഭാവനയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും ഇവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തി അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, താളിയോലകൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് സംരക്ഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് ചോദിച്ചറിയാനുള്ള 2 പേര്, വളരെ പ്രഗത്ഭരായ 2 പേര് ഇവിടെയുണ്ട്. അത് ഒന്ന് ഡോക്ടർ എസ് രാഗേന്ദു ആണ്. അദ്ദേഹമാണ് ഈ താളിയോല ഗ്രന്ഥങ്ങള് ഇപ്പോ സംരക്ഷിക്കുന്ന പ്രവൃത്തിയിൽ വളരെ സേവന സന്നദ്ധനായിട്ട്, അദ്ദേഹം പാലക്കാട് ചെർപ്പുളശ്ശേരി കാരനാണ്. പക്ഷെ അദ്ദേഹം ഇതിനുവേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള, ഇതിന്റെ ഗവേഷണത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ സേവനാടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് ഈ താളിയോല സംരക്ഷണ വലിയ കർമ്മ പദ്ധതിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ്, ഇതിന്റെ എല്ലാത്തിന്റെയും ഈ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അപ്പോൾ ഇവർ 2 പേരും നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ആദ്യം കുട്ടേട്ടനിലേക്ക് പോവുകയാണ്. കുട്ടേട്ടൻ സംസാരിക്കും. ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു താളിയോല സംരക്ഷണം എന്ന് പറയുന്ന ഈ ഒരു കർമ്മ പദ്ധതിയിലേക്ക് എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കുറെ കാലമായിട്ട് തട്ടമ്പുറത്ത് കിടന്നിരുന്ന കുറെ താളിയോലകള് നമ്മൾ കണ്ടെടുത്ത് സംരക്ഷിച്ചു വരികയാണ്. ഒരു ദിവസം അവിടുന്ന് പുറത്തെടുത്ത് വൃത്തിയാക്കി പിന്നീട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജേന്ദുവിനെ ഇങ്ങോട്ട് വരുത്തുകയും അങ്ങനെ രാജേന്ദുവിന്റെ നിർദ്ദേശപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്ത് സംരക്ഷിച്ചു വരുന്നു. ഇപ്പൊ ശരിക്കും കൂട്ടേട്ടാ, ഇതിപ്പോ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം ആദ്യം ആരംഭിക്കണം. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ എന്തായിരുന്നു കാരണം? ഇങ്ങനൊരു
പദ്ധതിയിലേക്ക് വരാൻ? ഞങ്ങളുടെ ഊരാൺമ യോഗത്തിന്റെ ഒരു എല്ലാവരുടെയും കൂടെ കൂടിയിട്ടുള്ളൊരു തീരുമാനമായിട്ട് തന്നെ വന്നതാണ്. എല്ലാവരുടെയും താല്പര്യവും രാജേന്ദുവിന്റെ ഒരു പ്രധാന ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ശരിക്കും ഇത് ഒരു സാധാരണഗതിയിൽ ഒരു ദേവസ്വം ഒന്നും ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല ഇത്. സാധാരണഗതിയിൽ ഇപ്പം അമ്പലത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. പക്ഷെ ഇത് ചരിത്രത്തിനെയും മറ്റും സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് കുറച്ച് സമൂഹത്തിലേക്കും കുറച്ച് കൂടുതലായിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ പുതിയ കാലത്ത് സമൂഹത്തിലേക്കും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിച്ചത്. അല്ല, അത് വളരെ നല്ലതാണ്. അപ്പം ഇതിന്റെ ഒരു ധനസഹായം അത് ഇപ്പൊ തൽക്കാലം ദേവസ്വമായിരിക്കും ഇതിന്റെ എല്ലാ ഒരു സാമ്പത്തികമായ ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതിനെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഒരു വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റാനാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. കേന്ദ്ര ഗവൺമെന്റിന്റെയും മറ്റ് സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ സഹായങ്ങൾ അതിനുവേണ്ടി ട്രസ്റ്റ് ഇതിന് പ്രത്യേകമായി ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് പുതിയ ഒരു കുറെ കാലങ്ങൾ കൊണ്ട് അവരുടെ സഹായങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നന്നായിട്ട് കഴിയുള്ളൂ. അതായത് വളരെ അഭിനന്ദനീയമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ്, പ്രവർത്തനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ താളിയോല ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുള്ള ബാക്കിയുള്ള ലൈബ്രറിയുടെ ബാക്കി ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അകത്തേക്ക് അങ്ങോട്ട് പോകാറില്ല നമ്മൾ. രാജേന്ദു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാലുകെട്ട്, അതിന്റെ പഴയ നാലുകെട്ടാണ്. ഈ എല്ലാ കെട്ടിടത്തിനൊക്കെ വലിയ പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇതിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഡോക്ടർ രാജേന്ദു ആണ്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇതിന്റെ പഴക്കത്തിനെ കുറിച്ചും അതുപോലെ താളിയോലകളുടെ പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ സംരക്ഷിക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെ വൈവിധ്യത്തെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഡോക്ടർ രാജേന്ദു നമ്മളോട് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞുതരും. ഇത്രയും മാനുസ്ക്രിപ്റ്റുകൾ ഇവിടെ ഓഫീസിൽ കാര്യാലയം ഇവിടെ ഉണ്ടായിരുന്നതാണ്, ക്ഷേത്രത്തിലുണ്ടായിരുന്നതാണ്. അത് 2024 ഫെബ്രുവരിയിൽ അതിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അത് 2025 ആകുമ്പോഴേക്ക് അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ശിവഗിരി മ്യൂസിയം ആൻഡ് ഇൻഡോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അക്കാഡമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത് കേരളത്തിന് പുറത്തുള്ള അനവധി അക്കാഡമിക് റിസർച്ചിന്റെ അതിനോട് ബന്ധപ്പെട്ട വ്യക്തികൾ ഇവിടെ വരുന്നുണ്ട്. പണ്ഡിതന്മാരും അതുപോലെ ഇത് കാണാൻ വരുന്ന ആളുകൾ വരുന്നുണ്ട്, അനവധി ആളുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഇങ്ങനെ പബ്ലിക്കേഷൻ ഉണ്ട്. അതായത് കുമാരനല്ലൂർ ഗ്രന്ഥകാരി എന്നുള്ള പേരിൽ നമ്മൾ പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ കുറച്ച് പേര് 80ഓളം മാനുസ്ക്രിപ്റ്റ്സ് എടുത്തിട്ട് മോഡലാക്കിയിട്ട്. മറ്റൊരു കാര്യം, ഇവിടെ നടത്തിയിട്ടുള്ള കോഴ്സാണ്. ഇവിടുത്തെ ഒരു 3 months എപ്പിഗ്രാഫി കോഴ്സ് നടത്തുന്നതായി. അതിൽ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ വന്നിട്ട് നമുക്ക് 56ഓളം കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കാനും കേരളത്തിലുടനീളമുള്ള ആളുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള ഈ താളിയോല ഗ്രന്ഥങ്ങളുടെ ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള ഗ്രന്ഥങ്ങളാണ് ഉള്ളത്? അപൂർവമായതും പഴയതുമായിട്ടുള്ളത് പ്രധാനമായിട്ടും ഒന്ന് ക്ലാസിക്കൽ ടെക്സ്റ്റുകളാണ്. രാമായണം, മഹാഭാരതം, ദേവി ഭാഗവതം, അങ്ങനെയുള്ള ദേവിമാഹാത്മ്യം, അങ്ങനെയുള്ള കൃതികൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ അടുത്ത് വലിയൊരു കളക്ഷൻ ഉള്ളത് കാവ്യങ്ങളുണ്ട്. മേഘസന്ദേശം തുടങ്ങിയിട്ടുള്ള കാവ്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മുടെ കയ്യിലുള്ളത് വൈദ്യത്തിന്റെ വലിയൊരു കളക്ഷൻ നമുക്ക് വളശ്ശേരി ചിരട്ടമണ്ണ ഇല്ലത്തുനിന്ന് തരേണ്ടതായിട്ടുണ്ട്. അതിൽ പാലകാപ്പി മാതിരിയുള്ള അപൂർവ ഗ്രന്ഥങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ അഷ്ടാംഗഹൃദയ അല്ലാതെ നമ്മുടെ അടുത്ത് ഉണ്ട്. അഷ്ടാംഗഹൃദയുണ്ട്, യോഗരത്ന സമുച്ചയം മാതിരിയുള്ള കൃതികളുണ്ട്, സംഹിതകളുണ്ട്. എല്ലാം നമ്മളുടെ കയ്യിൽ ഇന്ന് വളരെ അപൂർവമായിട്ടുള്ള അനവധി ഗവേഷണങ്ങൾ നടത്താനുള്ളതും വളരെ നീണ്ട കാലത്തോളം കുട്ടികൾക്ക് ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രൈമറി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള റിസർച്ച് മെറ്റീരിയൽസ് മുഴുവനായിട്ടും ഇന്ന് ശിവഗിരി മ്യൂസിയത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇതാർക്കും വരാം, ഇവിടെ വരാം. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അതുപോലെ പണ്ഡിതന്മാർക്ക് റഫറൻസിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ട ട്രെയിനിങ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. വായിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആർക്കും വരാം. ഇവിടെ സൗകര്യങ്ങളുണ്ട്.
ഇത് എല്ലാ ലോകത്തിലെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തിൽ ആർക്കും ഇത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇനി അടുത്ത പ്രൊജക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഡിജിറ്റൈസേഷൻ വർക്കുകളാണ്. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ജ്ഞാനഭാരത മിഷന്റെ, അതായത് നാഷണൽ മിഷൻ ഫോർ മാനസ്ക്രിപ്റ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ വരുന്ന, മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ജ്ഞാനഭാരത മിഷനായിട്ട് നമ്മളൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി, അലയൻസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ഇതൊക്കെയാണ് ഇവിടുത്തെ അക്കാഡമിക് വർക്കുകൾ. ഇവിടെ ആർക്കും വരാം, സ്വതന്ത്രമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്താനുള്ള ഒരു ഓപ്പൺ ഫോറമാണ്. ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് പരിശീലന ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്, അതായത് വായിക്കുന്നതിന് വേണ്ടി, താളിയോല ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ 3 മാസത്തെ കോഴ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ആ കോഴ്സ് വീണ്ടും ഇപ്പൊ ആവശ്യക്കാരുണ്ട് നമുക്ക്, അതിനനുസരിച്ച് വീണ്ടും നമ്മൾ കോഴ്സുകൾ നടത്തും. അത് കൂടാതെ ഇപ്പൊ ഒറ്റ തിരിഞ്ഞു വരുന്ന ആളുകളുണ്ട് വായിക്കാൻ, അപ്പൊ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വ്യക്തി എന്നുള്ള നിലക്ക് വന്നു കഴിഞ്ഞാലും സഹായം ചെയ്യും. അത് കൂടാതെ ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും മൃദംഗം, ചെണ്ട, പിന്നെ തിമില, കർണാട്ടിക് വായ്പാട്ട്, ഇങ്ങനെയുള്ള പിന്നെ മറ്റ് ചിത്രരചന തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ ഇതിന്റെ വാദ്യവിദ്യാലയം എന്നുള്ള പേരിൽ ഇവിടെ നടത്തുന്നുണ്ട്. അതും ഇവിടെ പിന്നെ വളരെയധികം ഇതിന്റെ ഒരു ഉദ്ദേശം, സ്ഥാപനോദ്ദേശം തന്നെ ഇതിവിടെ മുമ്പേ പിന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ദേവിവിലാസം സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് അവർക്കും കൂടി ഒരു മാർഗദർശനം എന്നുള്ള രീതിയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, സ്കൂളിന്റെ വെൽഫെയറിന് വേണ്ടി. ഇതിപ്പോ ഈ താളിയോല ഗ്രന്ഥങ്ങളുടെ വായനയും അതുപോലെ തന്നെ സംസ്കരണവും അതുപോലെ തന്നെ സൂക്ഷിപ്പും, ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? ഇതൊരു വലിയ വിജ്ഞാന മേഖലയാണ്. ഇതില് ഓലകൾ സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒരു പ്രധാനമായിട്ട് അതിന്റെ പഠനം, പബ്ലിക്കേഷൻ, അതിൽ വേണ്ട പിന്നെ സൗകര്യങ്ങൾ ഒരുക്കുക. ഇത് കേരളത്തിൽ വളരെ പിന്നെ അധികം മെറ്റീരിയലുകളുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഓലകളിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതൊരു ജൈവ വസ്തു ആവുകൊണ്ട് അത് കാലം കൊണ്ട് പൊടിഞ്ഞ് നശിച്ചു പോകും, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക, അത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുക, അവിടെ ഗവേഷണം ചെയ്യുക, അത് പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ഏത് തരത്തിലുള്ള അക്കാഡമിക് ഗവേഷണ മേഖലകളും ഇവിടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള പ്രചോദനവും. ഇതിപ്പോ സാറേ വേറൊരു കാര്യം, ഒരു സംശയമുള്ളത്, ഇപ്പം ആരെങ്കിലും വ്യക്തികൾ ഇപ്പം ഇവിടത്തേക്ക് സംഭാവന ഈ താളിയോലകള് കയ്യിലുള്ളവര് ഇങ്ങോട്ട് തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുകയോ ഇവിടെ ചെയ്യുകയും ചെയ്യും? അങ്ങനെ തരുന്നുണ്ട്, ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ട റെപ്പോസിറ്ററി ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എയർ കണ്ടീഷൻ ചെയ്തിട്ട് പുൽത്തൈലം വെച്ച് പുരട്ടി എയർ കണ്ടീഷനിൽ റെപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് കാറ്റലോഗ് ചെയ്യുന്നുണ്ട്, അത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അക്കാഡമിക് പ്രവർത്തനങ്ങളും ഇവിടെ ഏകോപിപ്പിച്ചു. നമ്മുടെ ഇവിടുത്തെ ഈ സംസ്ഥാനത്തിന്റെ ഒരു സാംസ്കാരിക മ്യൂസിയം, പുരാവസ്തു, അങ്ങനെ വകുപ്പുകളൊക്കെ ഉണ്ട്. അതുമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സർവകലാശാലകളുമായിട്ട് അസോസിയേഷൻ ഉണ്ടോ? വളരെ ഒരു കൊല്ലല്ലേ ആയുള്ളൂ നമ്മൾ സ്ഥാപിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു ലാൻഡ്മാർക്ക് നാഷണൽ മിഷൻ ഫോർ മാനസ്ക്രിപ്റ്റ്സ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമായിട്ട്, മിനിസ്റ്റർ ഓഫ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ജ്ഞാൻ ഭാരത മിഷനായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ലാൻഡ്മാർക്കായിട്ട് എടുത്തു പറയാനുള്ളത്. നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഏതൊക്കെ സാധ്യതകളുണ്ടോ അത് വരും കാലങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഇനിയിപ്പോ ഈ വളരെ വിപുലമായിട്ടുള്ള ഒരു താളിയോല ഗ്രന്ഥശേഖരം മേലെ ഇപ്പം കാണിച്ചു തന്നല്ലോ. അപ്പൊ ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു വിഹഗവീക്ഷണം പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ സൗകര്യം ഉണ്ടാവുമോ? മാതൃഭൂമിയിലേക്ക് ചെയ്തു ഒന്നുമില്ല, വെറുതെ നമുക്ക് അതിന്റെ ആ സൂക്ഷിച്ചു വെച്ച സ്ഥലങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത്. അപ്പൊ ഇത് കുട്ടേട്ടന്റെ ഒക്കെ വളരെ വലിയൊരു പിന്നെ ആശയവും ഒക്കെ ഇതിന്റെ പറയലുണ്ട്. എന്തായാലും ഇത് ഈ ആശയത്തിന്റെ അല്ലെ, കുട്ടേട്ടനാണല്ലോ ഇതെല്ലാം ഒരുപക്ഷെ വലിയ താല്പര്യത്തിൽ അല്ലേ, അങ്ങനെയല്ലേ? അല്ല, പക്ഷെ നിങ്ങളുടെ ഒരു ആശയമാണല്ലോ ഇവരിലൂടെ നിങ്ങൾ നടപ്പിലാക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണല്ലോ അതിന്റെ കാര്യം. അപ്പൊ ഇത് വളരെ പുരാതനമായ ഭയങ്കരമായ വാസ്തു ശൈലിയിൽ അതിന്റെ പൗരാണികത മുഴുവൻ തന്നെ നമ്മളതിന്റെ മനോഹാരിതയിൽ നമുക്ക് തെളിഞ്ഞു നിൽക്കുന്ന ഇത്രയും മനോഹരമായ ഒരു വലിയ കെട്ടിടത്തിനകത്താണ് നമുക്ക് ഇതിലെ മരപ്പണിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ഇത്രയും പൗരാണികതയും അതുപോലെ തന്നെ വാസ്തുഭംഗിയുള്ള ഈ ഒരു നാലുകെട്ടിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു അകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് സത്യത്തിൽ നമ്മുടെ കേരളീയ വാസ്തു ഭംഗിയുടെയും അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ച താളിയോല ഗ്രന്ഥങ്ങളുടെ വളരെ വിപുലമായ ഈ ഒരു ശേഖരം കാണുമ്പോൾ തന്നെ നമ്മുടെ സംസ്കാരം എന്തുമാത്രം മുൻപ് അറിവിന്റെയും മറ്റും വലിയ ഒരു കേദാരമായിരുന്നു എന്നുള്ളത്
നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇതിനകത്തേക്കും ഒത്തിരി വലിയ കൂടുതൽ ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് ഒരുപാട് അലമാരികളിൽ ധാരാളം ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് അലമാരകളിലാക്കി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന, സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളിലാണ്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൗരാണികമായ അറിവിന്റെ വലിയൊരു അല്ലെ കൂട്ടട്ടാ, അതായത് നമ്മുടെ വൈദ്യം, അതുപോലെ തന്നെ വാസ്തുവിദ്യ, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള കാവ്യങ്ങള്, വിഷയങ്ങൾ അല്ലെ, ഇതെല്ലാത്തിന്റെയും വലിയൊരു ഖനിയാണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം ഇതിലെ എഴുത്ത് നമുക്ക് അറിയാത്ത മലയാളമല്ല, വട്ടെഴുത്ത് അല്ലെങ്കിൽ തമിഴ്, സംസ്കൃതം പോലുള്ള പല ഭാഷയായിരിക്കും. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് അറിവിനെ നമുക്കൂടെ അറിയുന്ന രീതിയിലാക്കി മാറ്റി തീർക്കാനായിട്ട് കുട്ടേട്ടൻ എങ്ങനെ നേതൃത്വം കൊടുക്കുന്നുള്ളതാണ്. ഇത് പുസ്തക രൂപത്തിൽ വേണമെങ്കിൽ ഇതിന്റെ കണ്ടന്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുവാണെങ്കിൽ നടക്കില്ല. ഇതൊന്ന് പരിശോധിച്ച് കഴിയുമ്പോ തന്നെ നമ്മുടെ കാലം കഴിയും. അപ്പോ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായും വളരെ നല്ലൊരു സംരംഭമാണ്, നല്ലൊരു സംരംഭമാണ്. ഒരുപക്ഷെ എന്താ പറയാ, വിശ്വാസത്തിന്റേതായിട്ടുള്ള ഒരു തലം വിട്ടിട്ട് സത്യത്തിൽ ചരിത്ര സംരക്ഷണത്തിന്റേതായ ഒരു തലത്തിലേക്ക് കൂടി ഈ സംഗതി പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അല്ലെ. അതാണ് അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ കേന്ദ്രത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ചില പത്രങ്ങളിൽ വന്നിട്ടുള്ള ചില കുറിപ്പുകളും അതുപോലത്തെ ലേഖനങ്ങളും വാർത്തകളൊക്കെയാണ്. അപ്പൊ ഈ സ്ഥലത്തൂടെ ഒന്ന് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമുക്ക് ചരിത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാര പഠനത്തിലൊക്കെ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഇതിന്റെ അറയും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിനകത്ത് സൂക്ഷിച്ചത് ഇത് ഒളശ്ശയിലുള്ള, ഇവിടെ തന്നെ കോട്ടയം ജില്ലയിലെ തന്നെയല്ലേ, ഒളശ്ശയിലുള്ള ചീരട്ടമണ്ണ് മൂസ് ഇല്ലം വക അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ ഇവിടത്തേക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഇവിടെ വളരെ ഭംഗിയായിട്ട് എല്ലാ തരത്തിലും പുൽത്തൈലം ഒക്കെ പൂശി അതിനെ വൃത്തിയാക്കി വളരെ കൃത്യമായിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കാണാം വേറെ ഒരു ആഗമമാണ്. അകത്തും ഇതുപോലെ നിറയെ താളിയോല ഗ്രന്ഥങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് കാണാനും പഠിക്കാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ള ആര് വേണമെങ്കിലും ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദേവസ്വത്തിന്റെ അധികൃതരെയോ അതല്ലെങ്കിൽ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നേരിട്ട് വന്നിട്ടോ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണാനും വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനൊക്കെയുള്ള സൗകര്യം ഇവർ ചെയ്തു തരും. അതായത് ഈ അറിവിനെയൊക്കെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ്, പൗരാണികമായ അറിവിനെയൊക്കെ അല്ലെ ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആർക്ക് വേണമെങ്കിൽ അപ്പൊ നമുക്ക് കരഗതമാകാതിരുന്ന കുറെ അറിവുകൾ അല്ലെങ്കിൽ അത് എഴുതി വെക്കപ്പെട്ടതെല്ലാം നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് കൊടുക്കാം. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു വലിയ സംരംഭമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളെയും ഒന്ന് അറിയിക്കുക. ഞാനിത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് നിങ്ങളെയും കൂടി അറിയിക്കുക. താല്പര്യമുള്ളവർക്ക് ഇവിടത്തേക്ക് ഈ താളിയോല ഗ്രന്ഥങ്ങൾ ആരുടെയും കയ്യിൽ വ്യക്തിപരമായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രിസർവ് ചെയ്യാൻ, സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഇത് സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ അവരിത് വളരെ പൊന്നുപോലെ സൂക്ഷിക്കുമെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം കാണാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത് വന്ന് കാണാം. ഇതെല്ലാം പുരാവസ്തുക്കളാണ്. ഇവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മ്യൂസിയമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുരാവസ്തുക്കളാണ് ഇതൊക്കെ. ഇതിന്റെ തുടക്കം മാത്രമായിട്ട് ഇത് തുടക്കം മാത്രമായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാന്ധി മ്യൂസിയം ഉദ്ദേശിക്കുന്നുണ്ട്. താഴെയാണ് ഗാന്ധി വന്നിരുന്ന സ്ഥലം. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നല്ല സ്ഥലത്താണ് ഗാന്ധി സന്ദർശിച്ചിരുന്നത്. അപ്പൊ ഇവിടെ അതാണ് ഇതിന്റെ ചരിത്രപരമായ വലിയ പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഐത്തോ ചാണകത്തിന്റെ ഭാഗമായിട്ട് അല്ലെ. ഏറ്റവും ആദ്യം ഈ പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും തുറന്നു കൊടുത്ത ആദ്യത്തെ അമ്പലം ഇതാണ് അല്ലേ. സ്വകാര്യ ക്ഷേത്രങ്ങൾ എല്ലാ ജാതി, അതായത് എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്ത ആദ്യത്തെ ക്ഷേത്രമാണ് കുമരനല്ലൂർ ദേവി ക്ഷേത്രം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഗാന്ധി ഇവിടെ സന്ദർശിച്ചെന്ന് തോന്നുന്നു അല്ലേ. അതിന്റെ ഭാഗം അപ്പൊ ഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ട് തന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുമരനല്ലൂർ ദേവി ക്ഷേത്ര അങ്കണം എന്ന് പറയുന്നത്. ഗാന്ധിജി അവിടെ താമസിച്ച ഒരു സ്ഥലം ഞാനിപ്പോ ഈ കാണുന്ന അതാണ് ഈ മ്യൂസിയം ആക്കി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗാന്ധി
താമസിച്ചുള്ള നാലുകെട്ടിന്റെ ഭാഗമാണ് നിങ്ങൾ ഇവിടുന്ന് കാണുന്നത്. ഞാൻ എന്റെ മുകളിലെ നിലയിലാണുള്ളത്. ഇവിടെയാണ് മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. താളിയോല സംരക്ഷണ കേന്ദ്രവും ഇവിടെയാണ്, മേലെയാണ്. എങ്കിൽ പോലും ഈ സ്ഥലം അതുകൊണ്ട് തന്നെ ചരിത്രത്തിന്റെ കണ്ണിലും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം കുട്ടേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ ഉള്ള അയിത്ത ജാതിക്കാർക്കും എല്ലാവർക്കും പ്രവേശനം, എല്ലാ ജാതിക്കാർക്കും പ്രവേശനം ആദ്യമായിട്ട് കേരളത്തിൽ നൽകിയിട്ടുള്ള ഒരു സ്വകാര്യ ക്ഷേത്രം എന്നുള്ള നിലയിൽ തന്നെ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കേരള ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ഇനി കോട്ടയത്ത് വരുമ്പോൾ കുമാരനല്ലൂർ ദേവീക്ഷേത്രം സന്ദർശിക്കുക എന്ന് മാത്രമല്ല, ഈ ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഈ മ്യൂസിയവും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും തീർച്ചയായും സന്ദർശിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും സഹായവും കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങളെ ഒന്ന് ലോകത്തിന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. കുട്ടേട്ടൻ ഇനി എന്തെങ്കിലും ഒരു അഭ്യർത്ഥന എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഇത് ഒരു വലിയൊരു സംരംഭമാണ്. ആ സംരംഭത്തിന് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, സോർട്ട് ചെയ്യാണ്. അതായത് താളിയോല ഗ്രന്ഥങ്ങൾ സോർട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഈ കണ്ടുവരുന്നത്. ഇതിപ്പോ ഓരോ താളുകളായിട്ട് എടുത്തിട്ട് അത് കാറ്റഗറൈസ് ചെയ്യും, അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം. വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണിത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സാധാരണ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പോലെയോ അത് സൂക്ഷിക്കുന്ന പോലെയുള്ളതല്ല. അതിനപ്പുറത്തെ വളരെ ശ്രമകരമാണ്. അതും പഴയ താളിയോലകൾ അല്ലേ, പഴയ താളിയോലകൾ എങ്ങനെയാണ് അതപ്പോ ശരിക്കും നമ്മൾ കൈകൊണ്ടാണോ ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? പുൽത്തൈലം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. പിന്നെ അക്ഷരങ്ങൾ തെളിയിക്കാൻ അതിനകത്ത് കുറച്ച് കൺമഷിയും കൂടെ ആഡ് ചെയ്യും. അപ്പൊ അത് തെളിഞ്ഞു വരും. അക്ഷരങ്ങൾ തെളിയിക്കും. അപ്പൊ അതിനുശേഷം പിന്നെ അതേപോലെ തന്നെ അത് പേജ് നമ്പർ ഉണ്ട് അതിനകത്ത്. പേജ് നമ്പർ ഉണ്ടാവും. അപ്പൊ പേജ് നമ്പർ നോക്കി അടുക്കി കെട്ടി വെക്കും. ഇപ്പോഴത്തെ ബുക്കിലുള്ള 1, 2 പോലെ അതിനും പേജ് നമ്പർ ഉണ്ട്. അത് ശരി. അപ്പൊ ശരിക്കും അത് വളരെ ശ്രമകരമായ ഒരു പണിയാണ് അല്ലെ, വളരെ സസൂക്ഷ്മം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇതിപ്പോ പൊടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വന്ന് കാണുകയും അതുപോലെ തന്നെ താല്പര്യമുള്ളവരെ ഇതുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ഇവരെ സഹായിക്കുകയൊക്കെ വേണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം.